ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ ദീനിയായ വിജ്ഞാനം, ദീനിലുള്ള പഠനം, അള്ളാഹുവിൻ്റെ മതപഠനം, വഹയിൻ്റെ ഇൽമു പഠിക്കൽ, ഇതെല്ലാവർക്കും ഈ തൗഫീക്ക് കിട്ടൂല. എല്ലാവർക്കും ഈ സൗഭാഗ്യം കിട്ടൂല. അത് അല്ലാഹു തആല അവൻ്റെ അടിയാന്മാരിൽ നിന്ന്, അവൻ്റെ അടിമകളിൽ നിന്ന് പ്രത്യേകം ചില ആളുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർക്കേ അള്ളത് കൊടുക്കുള്ളൂ. ഇപ്പം ദർസുക്കൊക്കെ എത്ര മക്കൾ വരും, ചിലവരൊക്കെ കൊഴിഞ്ഞു പോവും. അതെന്താ? ഇതിന് തൗഫീക്കില്ലായ്മ. ഇത് വല്ലാത്ത ഹൈ പവറാണിതേ. അള്ളാഹുവിൽ നിന്ന് വന്ന ഇൽമല്ലേ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന മുത്തുനബിയിലേക്ക് വന്ന്, മുത്തുനബിയിൽ നിന്ന് സ്വഹാബത്തിലേക്ക് വന്ന്, താബീങ്ങളിലേക്ക് വന്ന്, താബിങ്ങളിലേക്ക് വന്ന്, നമ്മളെ ഇമാമിങ്ങളിലേക്ക് വന്ന്, നമ്മളെ ഇമാമുമാർ ഗ്രന്ഥരചനകൾ നടത്തി, അങ്ങനെയല്ല നമ്മളെ കയ്യിൽ ഫതുഹുൽ മുഈൻ എത്തിയത്. ഇത് ഓതാൻ സൗഭാഗ്യം ലഭിക്കുക എന്നത് അള്ളാഹു തെരഞ്ഞെടുത്തു. കോടാന അടിമകളിൽ നിന്ന് നമ്മളെ തെരഞ്ഞെടുത്തു എന്നതിൻ്റെ അടയാളമാണ് കിതാബ് ഓതാൻ സൗഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞത്. +1 +2 ഡിഗ്രിയും മറ്റേതും മറിച്ചതൊക്കെ ഉണ്ടല്ലോ, അത് പഠിക്കാൻ സൗകര്യം കിട്ടുക എന്ന് പറഞ്ഞത് ഈ സൗഭാഗ്യത്തിൽ പെട്ടതല്ല. അത് വേണ്ട എന്നല്ല, അതും പഠിക്കണം. പക്ഷേ ഈ സൗഭാഗ്യം കിട്ടണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിരഞ്ഞെടുത്ത ആളുകൾക്കേ കിട്ടൂ. അല്ലാത്തവരൊക്കെ എന്താവും? കൊഴിഞ്ഞു പോകും. അതാ ഫത്തുൽ മീനെ തുടക്കത്തിൽ പറഞ്ഞു. അൽ മുഈനി, എങ്ങനത്തെ അള്ളാഹുവാണ്? അൽ മുവഫിഖി, തൗഫീഖ് നൽകുന്ന അള്ളാഹു. അള്ളാഹിനെ വർണ്ണിക്കുക എന്തിൻ്റെ മേൽ? അല തഫഖുഹി ഫിദ്ദീൻ, മതത്തിലുള്ള ദീനിലുള്ള പഠനം, ദീനിയായ പഠനത്തിൻ്റെ മേൽ തൗഫീഖ് നൽകുന്ന അള്ളാഹു. ആർക്ക്? എല്ലാവർക്കും അല്ല. മനിഖ്താറഹു മിനൽ ഇബാദ്, അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ തിരഞ്ഞെടുത്ത ആളുകൾക്ക് തൗഫീഖ് നൽകുന്ന അള്ളാഹു. അൽഹംദുലില്ലാ, നമ്മളൊക്കെ ഇൽമിൻ്റെ വഴിയിലാണല്ലോ. നമ്മൾ പഠിക്കുന്നു, പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, എന്നും നമ്മൾ പഠിക്കുകയാണ്, അതോടുകൂടെ പഠിപ്പിക്കുകയും ചെയ്യാണ്. അപ്പോൾ അള്ളാഹു തആല നമ്മളതിലേക്ക് തിരഞ്ഞെടുത്തിട്ടാണ്. അള്ളാഹു ജീവിതാന്ത്യം വരെ ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ.